സുനിൽ ഐസക് കൂടി കണ്ണൂരിൽ നിന്ന്. സുനിൽ, കണ്ണൂരിൽ ഇപ്പോഴും ശക്തമായി മഴ പെയ്യുകയാണോ? അവിടെ എവിടേക്കാണ് പ്രശ്നം? എന്താണ് പ്രശ്നം? നിഷാദ്, താഴ്ന്ന പ്രദേശങ്ങൾ പലതും വെള്ളക്കെട്ട് അതിരൂക്ഷമായിട്ടാണുള്ളത്. മഴയും മഴക്കെടുതികളും കണ്ണൂർ ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്നായി തുടരുന്നു എന്ന വാർത്തകളാണ് വരുന്നത്. ഞാനിപ്പോൾ ഉള്ളത് തവക്കരയിലാണ്. തവക്കരയിൽ ചെറുതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നോക്കൂ, അവരൊക്കെ പുറത്തു പോലും ഇറങ്ങാൻ കഴിയാതെ അവിടെ നിൽക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കാരണം അവരൊക്കെ താമസിക്കുന്ന ക്വാർട്ടേഴ്സുകളുടെ ഏതാണ്ട് പകുതിയോളം എന്ന് പറയാം, അങ്ങനെ വലിയ തോതിൽ വെള്ളം ഇങ്ങനെ കയറി കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവർ രണ്ടാം നിലയുടെ മുകളിലേക്ക് മാറി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിപ്പോൾ ഈ താവക്കര മേഖലയിൽ മാത്രം ഏതാണ്ട് 20ഓളം കുടുംബങ്ങൾ ഇതിനോടകം തന്നെ മഴക്കെടുതിയെ തുടർന്ന് പലയിടങ്ങളിലേക്ക് മാറ്റി പാർപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. കണ്ണൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലഭിക്കുന്ന PRDയുടെ അറിയിപ്പ് അനുസരിച്ചാണെങ്കിൽ, ലഭിക്കുന്ന ഒരു വിവരം അനുസരിച്ചാണെങ്കിൽ 50 കുടുംബങ്ങളെയാണ് ഇതിനോടകം കണ്ണൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി മാറ്റി പാർപ്പിച്ചിരിക്കുന്നത്. കണ്ണൂർ കോർപ്പറേഷന്റെ ജീവനക്കാരടക്കമുള്ള ആളുകളൊക്കെ ഇവിടെ ഈ പരിസരത്ത് സജീവമായി ഉണ്ട്. JCBയും ഡിങ്കി ബോട്ടുകളും മറ്റുമൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ കോർപ്പറേഷൻ പരിധിയിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്നൊക്കെ ആളുകളെ മാറ്റി പാർപ്പിച്ചിരിക്കുന്നത്. ചേട്ടാ, എന്താ ഒരു മഴയുടെ ഒരു അവസ്ഥ? എന്താ മഴ എന്ന് പറഞ്ഞാൽ ഇന്നലെ വെച്ചോട് തുടങ്ങിയ മഴയാണ്. കാലാവസ്ഥ നിങ്ങൾ നിന്ന് വെച്ചപ്പെടുന്നില്ല. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ജോലി കണ്ടമാനം. ഇന്നലെ മുതൽ നമ്മൾ ഡ്യൂട്ടിക്ക് ഹാജരായതാ. ഇപ്പൊ ഈ മഴ ഇപ്പോൾ ആണ് സുരക്ഷിതമായിട്ട് ഒരു 10 മിനിറ്റ് നിർത്തിവെച്ചിട്ടുള്ളത്. ഒരു 10 മിനിറ്റ് മാത്രമായിട്ടുള്ളൂ മഴ മാറി നിന്നിട്ട്. ഇപ്പൊ എന്താ കോർപ്പറേഷന്റെ ആളുകൾ ഇപ്പൊ എന്താ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആൾക്കാരെ മാറ്റാൻ സഹായിക്കുന്ന ഫയർ സേഫ്റ്റി ഉദ്യോഗസ്ഥരുണ്ട്. അവരുടെ കൂടെ മാറ്റാനുള്ള സഹായങ്ങൾ, അതുപോലെ വെള്ളക്കെട്ടുകൾ നീക്കാനുള്ള സംവിധാനം. പക്ഷെ വെള്ളം നീങ്ങി പോകുന്നില്ല, കടലിലേക്ക് പോകാനുള്ള സാധ്യതയില്ല. ഇപ്പം കടൽ നല്ല രൂക്ഷമായിരിക്കുന്ന അവസ്ഥയിലായതുകൊണ്ട് വെള്ളം അങ്ങോട്ട് പോകുന്നില്ല. മഴ ഇതുപോലെ തുടരുകയാണെങ്കിൽ കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഓക്കെ നിഷാദ്, അങ്ങനെയാണ്. അതായത് ഞാൻ മുമ്പ് പറഞ്ഞ അതിലേക്ക് തന്നെ തിരികെ വരാം. അതായത് 50 കുടുംബങ്ങളെയാണ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മാറ്റി പാർപ്പിച്ചിരിക്കുന്നത്. വിവിധ 5 താലൂക്കുകളാണ് കണ്ണൂർ ജില്ലയിലുള്ളത്. അവിടെയൊക്കെ അതീവ ജാഗ്രതാ നിർദ്ദേശം ഉണ്ട്. അവിടെ ഒപ്പം കൺട്രോൾ റൂമുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതിനിടെ ഒരു സ്ത്രീയെ കാണാതായിട്ടുണ്ട്. അത് ഒഴുക്കിൽപ്പെട്ടാണ് ആ സ്ത്രീയെ കാണാതായതെന്നാണ് സംശയിക്കുന്നത്. കണ്ണൂർ തലശ്ശേരി പാട്യത്താണ് ഒരു നളിനി എന്ന വയോധികയെ കാണാതായിരിക്കുന്നത്. ഇവരുടെ വീടിന്റെ പിൻഭാഗത്തായി ഒരു കൈത്തോടുണ്ട്. വലിയ ശക്തമായ ഒഴുക്കാണ് ആ കൈത്തോട്ടിലുള്ളത്. അവിടെ അവരെ കാണാതായതാണ്, അവർ ഒഴുക്കിൽപ്പെട്ടതാണെന്നാണ് ഒരു സംശയം. അങ്ങനെയാണ് കരുതുന്നത്. അതനുസരിച്ച് ഫയർഫോഴ്സും മറ്റും അവിടെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ നോക്കൂ, നമുക്ക് ഈ ദൃശ്യങ്ങൾ തന്നെ കാണാം. ഇതുപോലെ നിരവധി വീടുകളാണ് ഇത്തരത്തിൽ വെള്ളം കയറിയിരിക്കുന്നത്. ഭാഗികമായി വെള്ളം കയറി ചിലരൊക്കെ ബന്ധുവീടുകളിലേക്ക് മറ്റും മാറിയിട്ടുണ്ട്. മറ്റുള്ള ആളുകളെ ഡിങ്കി ബോട്ടുകളും മറ്റും ഉപയോഗിച്ച് ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തി ഷെൽട്ടർ ഹോമുകളിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. നിരവധി വാഹനങ്ങളും മറ്റും ഇത്തരത്തിൽ ഈ വീടുകളുടെ പോർച്ചിലും മറ്റുമൊക്കെയായി വെള്ളത്തിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഒരു പക്ഷേ നമുക്ക് ആ ഭാഗത്തേക്കൊന്നും പോകാൻ പോലും കഴിയാത്ത തരത്തിൽ അത്രമേൽ വലിയ ആഴത്തിൽ ഉയരത്തിലാണ് വെള്ളം പൊങ്ങിക്കിടക്കുന്നത്. അതിനിടെ ചെറുപുഴയിൽ നിന്ന് മണ്ണിടിച്ചിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ഭാഗികമായി ഒരു വലിയ തോതിലുള്ള മണ്ണിടിച്ചിലാണ് ഉണ്ടായിരിക്കുന്നത്. അവിടെ നിന്ന് പഞ്ചായത്ത് അംഗം പറയുന്നത് ചെറിയ തോതിലുള്ള ഒരു ഉരുൾപൊട്ടലെന്നാണ്. പക്ഷേ നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുന്ന അനുസരിച്ചാണെങ്കിൽ ഒരു വലിയ തോതിൽ മണ്ണിടിച്ചിലാണ് ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെ താഴ്ഭാഗത്തുള്ള ആളുകളെയൊക്കെ അവിടെ നിന്ന് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. ഒപ്പം പുഴകളിലൊക്കെ ജലനിരപ്പ് അതിശക്തമായി ഉയർന്നിരിക്കുന്നു. ഇരിട്ടിയിലായാലും ചെറുപുഴയിലായാലും ആലക്കോട് മേഖലയിലൊക്കെ ആയാലും ഈ താഴ്ന്ന ഭാഗത്ത് താമസിക്കുന്ന, അതായത് പുഴയുടെ കരയിൽ താമസിക്കുന്ന ആളുകളോട് ജാഗ്രത പാലിക്കാനും അവിടെ നിന്ന് മാറി താമസിക്കേണ്ട സാഹചര്യം ഉണ്ടായാൽ അടിയന്തരമായി മാറി താമസിക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ വൈദ്യുതി ബന്ധമാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി, ഏതാണ്ട് 3 ദിവസത്തിലധികമായി മലയോര മേഖലകളിലൊക്കെ മരം വീണും മറ്റുമായി വൈദ്യുതി ഏതാണ്ട് പൂർണ്ണമായും നിലച്ചിരിക്കുന്ന ഒരവസ്ഥയാണുള്ളത്. പലയിടങ്ങളിലും റോഡുകളിലും മറ്റും ഗതാഗത തടസ്സമുണ്ട്. വലിയ മരങ്ങളൊക്കെ വീണതൊക്കെ വെട്ടിമാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. പലയിടങ്ങളിൽ നിന്നും ആളുകൾ നമ്മളെ ഇങ്ങനെ വിളിച്ചറിയിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ചിലയിടങ്ങളിൽ റോഡുകളും മറ്റും അതിൻ്റെ സൈഡ് ഭിത്തിയും മറ്റും ഇടിഞ്ഞു വീണിട്ടുണ്ട്. ഒപ്പം പറയേണ്ട ഒരു കാര്യം, ഈ പാൽച്ചുരം റോഡാണ്. അതായത് വയനാട്ടിലേക്ക് പോകേണ്ട പാൽച്ചുരം റോഡ്. ആ പാൽച്ചുരം റോഡിൽ മണ്ണിടിച്ചിൽ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം വലിയ തോതിൽ മണ്ണിടിച്ചിലുണ്ടായി. ഗതാഗതം പുനഃസ്ഥാപിച്ചാണ്. പക്ഷേ അപ്പോഴും ഇന്നലെ രാത്രി സുനിൽ ഐസക്കാണ് വിവരങ്ങൾ കണ്ണൂരിൽ നൽകുന്നത്.